നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഏപ്രിൽ മാസം 9-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും വരും മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കെ സ്മാർട്ട് എന്ന ഏകീകൃത പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നതോടുകൂടി ജനന, മരണ, വിവാഹ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ നികുതി ഒടുക്കൽ, കെട്ടിട നിർമ്മാണ പെർമിറ്റ് തുടങ്ങി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും ഏപ്രിൽ മാസം 10 മുതൽ ഓൺലൈൻ വഴിയാകുമെന്ന് മന്ത്രി MP രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. അപേക്ഷകളും അതോടൊപ്പം തന്നെ പരാതികളുമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങാതെ സമയബന്ധിതമായി തന്നെ എല്ലാ സേവനങ്ങളും ഇതിലൂടെ ലഭ്യമാകുന്നതാണ്. ജീവനക്കാരുടെ ജോലിഭാരവും അഴിമതിക്കുള്ള സാധ്യതകളും പൂർണ്ണമായിട്ടും ഇല്ലാതാവുമെന്നാണ് ഈ പദ്ധതിയിലൂടെ പ്രതീക്ഷിക്കുന്നത്. അപേക്ഷകൾ, പരാതികൾ സ്വയമോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് വഴിയൊക്കെ തന്നെ സമർപ്പിക്കാൻ സാധിക്കും. കൈപ്പറ്റി രസീത് ആവശ്യപ്പെടുന്ന സേവനവും സ്വന്തം ലോഗിനിലും അതോടൊപ്പം തന്നെ വാട്സാപ്പിലും ഇമെയിലിലും ലഭ്യമാകുന്നതാണ്. അപേക്ഷകളുടെ സ്ഥിതി ഓൺലൈൻ വഴി തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. മൊബൈൽ ആപ്പിലൂടെയും സേവനങ്ങൾ ലഭിക്കുന്നതാണ്. ഒരിക്കൽ ലഭ്യമാകുന്ന രേഖകൾ സ്വന്തം ലോഗിനിൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ദേശീയ സുരക്ഷാ ഏജൻസിയുടെ അന്വേഷണത്തിൽ ചില പഴയ സിം കാർഡുകളിൽ ചൈനീസ് നിർമ്മിത ചിപ്സെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യത്ത് ഉപയോഗിക്കുന്ന പഴയ മൊബൈൽ ഫോൺ സിം കാർഡുകൾ മാറ്റുന്നതിനെക്കുറിച്ച് ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുകയാണ്. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഈ സിം കാർഡുകളിൽ ചൈനീസ് ചിപ്പുകൾ കണ്ടെത്തിയത് രാജ്യസുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിരിക്കുകയാണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത 2 ഉദ്യോഗസ്ഥരാണ് ഈ വിവരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ദേശീയ സൈബർ സുരക്ഷാ കോർഡിനേറ്ററും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായിട്ടാണ് അന്വേഷണം നടത്തുന്നത്. പഴയ സിം കാർഡുകൾ പൂർണ്ണമായിട്ട് മാറ്റുന്നതിനുള്ള സാധ്യതകളും അതിനായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള വെല്ലുവിളികളും നിയമപരമായിട്ടുള്ള നൂലമാലകളും അധികൃതർ ഇപ്പോൾ വളരെ വിശദമായി തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വോഡാഫോൺ, ഐഡിയ, ഭാരതി എയർടെൽ, റിലയൻസ് ജിയോ തുടങ്ങിയ പ്രമുഖ ടെലികോം കമ്പനികളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ടെലികോം വകുപ്പിലെ പ്രധാനികളുമായും NCSC നിർണായക ചർച്ചകൾ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: വിഷു കൈനീട്ടമായിട്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ കൂടി അനുവദിച്ചതിന്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. വിതരണ നടപടികൾ ആരംഭിച്ചു. അടുത്ത ആഴ്ച മുതൽ തന്നെ തുക എല്ലാവർക്കും ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ ധനവകുപ്പ് DBT സെൽ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏപ്രിൽ മാസത്തിലെ പെൻഷനാണ് വിഷുവിന് മുൻപ് തന്നെ വിതരണം ചെയ്യുന്നത്. ഇതിനുള്ള വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് 820 കോടി രൂപ അനുവദിച്ചതായിട്ട് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ്. 26 ലക്ഷത്തിലേറെ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ വിഷു കൈനീട്ടമായിട്ട് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ ലഭിക്കുക. മറ്റുള്ളവർക്ക് സഹകരണ സംഘ ജീവനക്കാർ വഴി വീടുകളിലെത്തിയായിരിക്കും പെൻഷൻ തുക കൈകളിലേക്ക് കൈമാറുക. വിഷുവിന് മുൻപ് തന്നെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ തുക ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. 8 ലക്ഷത്തോളം ആളുകൾക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം 200, 300, 500 എന്നിങ്ങനെ കുറഞ്ഞാണ് അത്തരം ഗഡുക്കൾ ലഭിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരാണ് നമുക്ക് നൽകേണ്ടത്. ഇതിനാവശ്യമായിട്ടുള്ള 24 കോടിയോളം രൂപ സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളെല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, അതും ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്ത ഏപ്രിൽ മാസം 12 മുതൽ 21 വരെ നടത്തുന്നതാണ്. സാധാരണ മാർക്കറ്റിനെ അപേക്ഷിച്ച് 40% വരെ വിലക്കുറവ്, അതും നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നതാണ് ഈ ചന്തയുടെ പ്രധാനപ്പെട്ട ആകർഷണം. ഇതിന് പുറമെ ആന്ധ്ര ജയ അരി, കുറുവ അരി, മട്ടയരി, പച്ചരി, പഞ്ചസാര, ഉഴുന്ന്, ചെറുപയർ, കടല, തുവരപ്പരിപ്പ്, വൻപയർ, മുളക്, മല്ലി, വെളിച്ചെണ്ണ എന്നിവയൊക്കെ ഉൾപ്പെടെ 13 ഇനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ഓരോ കേന്ദ്രത്തിലും പ്രതിദിനം 75 ഉപഭോക്താക്കൾക്കാണ് സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുക. നോൺ സബ്സിഡി വിഭാഗത്തിൽ അവശ്യ നിത്യോപയോഗ സാധനങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ സ്റ്റേഷനറികൾ, നോട്ട്ബുക്കുകൾ തുടങ്ങിയവ 10 മുതൽ 35% വരെ വിലക്കുറവിൽ വിൽപ്പനയുണ്ടാകുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. ചൊവ്വാഴ്ച ഏപ്രിൽ 8-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയും കുറഞ്ഞു. ഇതോടെ 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില 8,225 രൂപയായി. പവന് 65,800 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്.
അടുത്തിടെ സ്വർണ്ണവില സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയധികം വില കുറഞ്ഞിരിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക. വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.